പഞ്ചാഗ്നി പ്രണയം. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഷവറിന് ചുവട്ടിലായി നിന്ന് മുഖം കഴുകുന്നതിനിടയിൽ തന്നിലേക്കായി ചേർന്ന സ്പർശമറിഞ്ഞ സ്ത്രീ ഭയത്തോടെ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും തനിക്ക് മുന്നിലായി നിൽക്കുന്ന ദക്ഷിണെ കണ്ട് തറഞ്ഞു നിന്നു. ദക്ഷ് എന്ന് കാറ്റുപോലെ ശബ്ദം വെളിയിൽ വന്നു. ബോധം വന്ന കണക്ക് അവൾ പിന്തിരിഞ്ഞ് ഡോറിലേക്ക് നോക്കിയതും അത് ലോക്കാണെന്ന് കണ്ട് അവൾ വീണ്ടും ഭയത്തോടെ അവനെ നോക്കി. അത് മനസ്സിലാക്കിയവൻ ചെറുചിരിയോടെ അവളിലേക്കായി കൂടുതൽ ചേർന്ന് നിന്ന് ഷവർ ഓഫ് ചെയ്തു പതിയെ. ഇതിന് ഒരു ഡോറ് മാത്രല്ല പെണ്ണേ, ദോ അവിടെയൊന്നുണ്ട്. അവള് നോക്കിക്കൊണ്ട് തന്നെ പുറകിലേക്ക് ചൂണ്ടിയതും തന്റെ പെട്ടിയിൽ ആണിയടിക്കാൻ അവിടെ ഡോർ വശന്മാരെ അവൾ പ്രാഗിക്കൊന്നു. അവള് തന്നിലേക്ക് ചേർത്ത് പിടിക്കാതെ അവളിലേക്കായി കൂടുതൽ ചേർന്ന് നിന്നു. ദക്ഷ് എന്താ? അവളിലെ വാക്കുകൾക്ക് വിറയിൽ കടന്നു വന്നിരുന്നു. എന്നാൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാത്തവന്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ മുഖത്തും കഴുത്തിലൂടെയുമായിരുന്നു. എന്താ ശ്രീ ഇത് ഇങ്ങനെയാണോ? ദേ ആകെ പതയാ എന്ന് പറഞ്ഞ് തന്റെ കഴുത്തിലൂടെ കൈ സഞ്ചരിച്ചതോളം ശ്വാസം എടുക്കാൻ മറന്നു നിന്നു. മേലിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവന്റെ കൈ ചലനം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. പുറകിലേക്ക് ചുവട് വെച്ചവളെ തന്നിലേക്കായി ചേർത്ത് പിടിച്ച്. ശ്രീ എന്താ? ചെകുത്താനും കടലിൽ നടക്കുന്ന കണക്കുള്ള നിൽപ്പിൽ അവളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കാറ്റുപോലെ പുറത്തു വന്നു. യു ആർ സോ ഹോട്ട് ശ്രീ എന്ന് പറഞ്ഞ അവന്റെ കൈ അവളുടെ കഴുത്തിൽ നിന്ന് മാറിലേക്കായി തെന്നിയിറങ്ങവേ പൊടുന്നതിന് ഉൾക്കിടലത്തോടെ അവന്റെ കയ്യിലായി പിടിച്ചു വെച്ച് വേണ്ടുന്ന രീതിയിൽ തലയലിപ്പിച്ചു. അസൂയ തോന്നുക പെണ്ണേ. എന്തിന് എന്ന ദയനീയമായ എക്സ്പ്രഷൻ ഇട്ട് നോക്കിയതും നിന്നിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന വെള്ളത്തുള്ളികളെ കാണേ എനിക്ക് അസൂയ തോന്നുക. അവയെപ്പോലെ നിന്നിൽ പടർന്നു കയറാൻ അത്രയും ആഗ്രഹം തോന്നുക. ഈ നീൾക്ക് അവൾ കണ്ണും മിഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഇരുകൈകളാൽ അവന്റെ നഗ്നമായ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി മാറ്റി. പക്ഷെ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചുകൊണ്ട് അവൻ തെള്ളുന്ന പോലെ അവളിൽ നിന്ന് അകന്നു മാറിയില്ല. അപ്പോഴും അവന്റെ മിഴികൾ അവളിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളത്തുള്ളികളുടെ സഞ്ചാരപാത നോക്കുന്ന തിരക്കിലായിരുന്നു. തലവഴി ഊർന്നിറങ്ങുന്ന വെള്ളം അവളുടെ കഴുത്ത് വഴി മാറിടിക്കിലേക്ക് പോയി ഒളിക്കുന്നത് കാണെ അവൻ ഉമിനീരിറക്കി നോക്കി നിന്നു. അവന് മുഖത്ത് വരുന്ന ഓരോ ഭാവം കാണെ ഇപ്പോൾ തന്നെ താൻ അറ്റാക്കുവാൻ തട്ടിപ്പോകുന്ന കണക്കാണ് സ്ത്രീയുടെ നിൽപ്പ്. ഇനിയും തനിക്ക് കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കില്ലെന്ന് സത്യം മനസ്സിലാക്കിയ ആ നിമിഷം അവൻ അവളെ തന്നിലേക്കായി കൂടുതൽ ചേർത്ത് പിടിച്ച് അവന്റെ മുഖം കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിലേക്കായി ചേർത്ത് വെച്ചു. അവളിൽ ആ വെള്ളത്തിനല്ല തനിക്കാണ് ആധിപത്യം കൂടുതലെന്ന് അവകാശപ്പെടുന്ന പോലെ അവളുടെ കഴുത്തിലായവൻ ആഴത്തിൽ കടിച്ചു. അവൻ നൽകിയ ചെറുവേദനയിൽ അവൾ ശ്വാസം വലിച്ചെടുത്തു. അവന്റെ ചുണ്ടിനാലും നാവിനാലും കടിച്ച ഭാഗത്ത് അവൻ നുണഞ്ഞു വലിച്ചെടുത്തു. അവളിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നവളെ വീണ്ടും വീണ്ടും തന്നിലേക്കായി അണച്ചു പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ കാലുകൾ തന്നെ അവർ രണ്ടുപേരും ചുമരോട് ചേർന്ന് നിന്നു. ദക്ഷ് വേണ്ട, ഒരുവിധം വിക്കലോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മിഴികളിലേക്ക് നോക്കി. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല പെണ്ണേ എന്ന് പറഞ്ഞ് ബാത്ത് ടവൽ വകഞ്ഞു മാറ്റി നഗ്നമായ ഇടുപ്പിലായവൻ കൈ ചേർത്ത് വെച്ചതും അവന്റെ സ്പർശനത്തിൽ അവൾ മിഴികൾ ഇറുക്കി അടച്ചു. പതിയെ അവന്റെ അതരം സ്ത്രീയുടെ കവിളിലായി പതിഞ്ഞു. വേർപ്പെടാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തൂടെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു. ശ്രീ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചുകൊണ്ടാൻ അവളുടെ മുഖത്തായി ഇടതടവില്ലാതെ തന്റെ അതരം പതിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവന്റെ കൈവിരലുകൾ ഇടുപ്പിലായി ഉരഞ്ഞു നീങ്ങി. ഇടയ്ക്കിടക്ക് അവിടെ വിരലിനാൽ അമുക്കിയും അഴിച്ചും അവന്റെ അതരം സ്ത്രീയുടെ അതരത്ത് നുണഞ്ഞുകൊണ്ടിരുന്നു. മിഴികൾ കൂമ്പി അടഞ്ഞവൾ അവന്റെ ഓരോ ചുമരത്തിലും പൊള്ളിപ്പിടഞ്ഞുപോയി. ഒരാശ്രയം പോലെ അവന്റെ ഇടുപ്പിലായി പിടിച്ച് അമുക്കിയതും അവന്റെ ചുമരം നാവിലേക്ക് കടന്ന് ഉടഞ്ഞു വലിച്ചു. പതിയെ തുടങ്ങിയ ചുമരം പിന്നീട് വേഗതയിൽ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി. അവിടെയായി കടിച്ചും നുണഞ്ഞും ചുംബിച്ചും കൊതി തീരാതെ അവൻ അവളിലേക്കായി തന്റെ ശരീരം കൂടുതൽ അമരെ ചേർത്ത് വെച്ചു. ദക്ഷ് അവളുടെ കുറുകിൽ അവിടെ മാകെ ഉയർന്നു. അവനിലേക്ക് അടിഞ്ഞാൻ തകർക്കാൻ തക്ക ശേഷിയുണ്ടായിരുന്നു അതിന്. ശ്രീ എനിക്കിതിനെ വേണം. ചുമന്ന് കലങ്ങിയ മിഴികളോടെ തന്നെ പ്രണയവും മറ്റെന്തൊക്കെയോ വികാരങ്ങളോടെ നോക്കി കിതപ്പോടെ പറയുന്നവനെ കാണെ അവൾ വിറക്കുന്ന കയ്യാൽ അവനെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളിയെങ്കിലും ഇടുപ്പിനെ ചുറ്റിയ കൈ തെല്ലൊന്ന് ചലിക്കാതെ അവൻ പുറകിലേക്ക് വേച്ചു പോയതോടെ അവനോടൊപ്പം ബാലൻസ് പോയി രണ്ടുപേരും നിലത്തേക്ക് വീണു. വീഴ്ചയിൽ ടവൽ വകഞ്ഞ് ഇടുപ്പിലായി പിടിച്ചിരുന്ന കൈ തടഞ്ഞ് ഇടുപ്പിലേക്കായി അഴിഞ്ഞു പോയതിന് പുറകെ വീണ കാഴ്ച അവൻ മുകളിലായിരുന്നു. തന്റെ നഗ്നമായ മാറിട അവന്റെ വിരിഞ്ഞ നെഞ്ചിൽ അമർന്നതേ സ്ത്രീയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. ഹൃദയം ഉയർന്ന് തുടിച്ചു. ദക്ഷിന്റെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ മിഴികൾ വലിച്ചു തുറന്നവൻ അവളുമായി മറിഞ്ഞ് തനിക്ക് കീഴിലായി സ്ത്രീയെ കൊണ്ടുവന്നു. ഒന്നേങ്ങിപ്പോയവളുടെ മിഴികളിലേക്കായി നോട്ടം ചെയ്തുകൊണ്ട്, ശ്രീ ഈ അവസ്ഥയെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് പെണ്ണേ. നിന്നറിയാനുള്ള ആഗ്രഹം എന്നിൽ കുതിച്ചുയരുന്നുണ്ട്. നീ ഓക്കെ അല്ലെങ്കിൽ കൈവിട്ടു പോകും മുന്നേ ഇപ്പൊ പറയണം. അവന് കിതപ്പോടെയുള്ള വാക്കുകൾ കേൾക്കെ ഉള്ളാകെ ആളിൽ കടന്നുപോയ സ്ത്രീയുടെ അധരം വിറകൊണ്ടു. വിറയുന്ന അധരം പോലും അവനെ മറ്റൊരു തലത്തിലെത്തിക്കവേ അവളെ ചുറ്റിപ്പിടിച്ച കൈവിരലുകൾ അനുസരണം കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിലാവുമ്പോഴും അവളുടെ മൗനം അവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ശ്രീ
അപ്പോഴും മൗനമായി തന്നെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് കിടക്കുന്നവളെ കാണെ അവൻ തന്നിൽ കുതിച്ചു വരുന്ന ആഗ്രഹത്തെ തടയാനായി മിഴികൾ ഇറുക്കി അടച്ച് അവളിൽ നിന്ന് എണീക്കാൻ ഒരുങ്ങവേ അവന്റെ ഷോൾഡറിലായി പിടിച്ച് തന്നിലേക്കായി ചേർത്ത് ദക്ഷ് ഓ സോറി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അവൻ മിഴികൾ അടച്ച് അറിയിലായി പിണഞ്ഞു കിടക്കുന്ന അവളുടെ ബാത്ത് ടവൽ മാറിലേക്ക് ഉയർത്തി അവളിൽ നിന്ന് ഉയരും മുമ്പേ ശ്രീ പതിഞ്ഞ സ്വരത്തിൽ ഞാൻ ഒരുക്കാ ദക്ഷ് പക്ഷെ ഇവിടെ വേണ്ട പതിഞ്ഞ ശബ്ദത്തോടെ പറയവേ ആ എന്നൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞവൻ പെട്ടെന്ന് ഞെട്ടലോടെ വാട്ട് നീ എന്താ പറഞ്ഞേ വിശ്വസിക്കാൻ കഴിയാതെ അവൻ അവളെ നോക്കവേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെയും ചോദിക്കുന്നതിനാ എനിക്ക് ഇഷ്ടമാ ദക്ഷ് തനിക്കടിയിലായി കിടന്ന് മിഴികൾ താഴ്ത്തി പറയുന്നവരുടെ വാക്കുകൾ കേൾക്കെ അവന്റെ ചുടിയിലായി കുസൃതിച്ചിരി മിന്നി എന്തിഷ്ടമാണെന്നാ പറഞ്ഞേ പെട്ടെന്ന് മിഴികൾ ഉയർത്തിയവൾ അവനെ നോട്ടം താങ്ങാൻ കഴിയാതെ അതുപോലെ മിഴികൾ താഴ്ത്തി അത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാ പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എൻ്റെ ആവാനോ ആണോ എന്നാ ഞാനങ്ങ് തുടങ്ങുവാണേ എന്ന് പറഞ്ഞ സമ്മതം എന്ന പോലെ അവൾ മിഴികളടച്ച് വീണു ചെറുതായി മൂളി. അടുത്ത നിമിഷം അവൾക്ക് മേലെ വലിച്ചിട്ട ടവലിനാൽ അവൻ അവളെ പൊതിഞ്ഞ് തന്റെ ഇരു കൈകളിലായി എടുത്തുയർത്തി അവന്റെ നെഞ്ചിലേക്കായി മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവളും വാഷ്റൂം തുറന്ന് കഥ കുറന്ന് അവൻ അവളുമായി അകത്തേക്ക് പ്രവേശിച്ച് അവളെ ബെഡിലായി കിടത്തി. പതിയെ ടവലിലായി പിടുത്തമിട്ടവന്റെ മിഴികളിലെ ഭാവത്തിൽ തന്നിലൂടെ മിന്നിമാഞ്ഞ വിറയലിൽ അവൾ മിഴികളടച്ച് തലയൽപ്പം ചരിച്ചു. തന്നിൽ നിന്ന് വസ്ത്രം വേർപ്പെടുന്നു. അല്പസമയത്തിന് ശേഷം അവളിലേക്ക് അവൻ അമർന്നു. അവളിലൂടെ ഒഴുകിയാലയുന്ന അധരത്തിന്റെയും കൈവിരലുകളുടെയും പരമായി അവൾ പിടഞ്ഞു കുറുകി. ശ്വാസനിശ്വാസങ്ങൾക്കിടയിൽ അവൻ പൂർണ്ണമായും അവളിലേക്കായി ഒഴുകിച്ചേർന്ന് കിതപ്പോടെ അവിടെ നെറ്റിത്തടത്തിലായി മുത്തി ബെഡിലേക്കായി മലർന്നു കിടന്നു. കിതപ്പോടെ കിടക്കുന്നവളെ തന്നിലേക്കായി പൊതിഞ്ഞു പിടിച്ച് ഇരുവർക്കും മീത പുതപ്പിനാൽ മൂടി പതിയെ നിദ്രയിലേക്ക് പോകുമ്പോഴും രണ്ടുപേരുടെയും ചൊടിയിൽ ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. മുമ്പേ കയറിപ്പോയ വീണക്ക് പുറകെ അകത്തേക്ക് കയറി കഥകടച്ച് ലോക്ക് ചെയ്തേപ്പി വീണയെയും മറികടന്ന് ബെഡിലായി തലയിൽ കൈ താങ്ങി വെച്ച് കിടന്നു. വീണയെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നവനെ കാണെ വീണ ഒന്ന് പരിങ്ങിക്കൊണ്ട് അത് പിന്നെ അക്കു ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അല്ല ഞാൻ വിക്കലോടെ പറഞ്ഞവളോടായി. എന്റെ വീണു കൂടുതൽ വിക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യത്തിനാ. നിനക്ക് കൂടെ നിൽക്കാൻ അറിയും, അല്ലാതെ അഭിനയിക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. കൂടുതൽ ബുദ്ധിമുട്ടണ്ട. അഭിനയം അതൊക്കെ ഞാൻ എത്ര ഓസ്കാറുകളാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് മുട്ടി വിളിച്ചെന്നറിയോ. എനിക്ക് പിന്നെ അതിലൊന്നും തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് വേണ്ട അങ്ങനെയുള്ള അഭിനയ കുലപതിയെ എന്റെ അടുക്കൽ നിനക്ക് അഭിനയം കൊണ്ട് വന്നിരിക്കാൻ എങ്ങനെ തോന്നി? ടെൽമി വീണു ടെൽമി. അവന്റെ ഡയലോഗ് കേൾക്കെ ഇനി എന്ത് പറഞ്ഞ് പിടിച്ചേൽക്കുമെന്ന ആശങ്കയിൽ വീണ ഉടുത്തിരുന്ന വൂളൻ ജാക്കറ്റിൽ കൈവിരലാൽ തെരുത്തു പിടിച്ച് നിന്നു. ഇനി എന്താലോചിച്ചാലും നിന്റെ തലയിൽ ഒരു ഡായി പോലും തെളിയില്ല വീണു. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഒത്തിരി ഐഡിയകൾ പറഞ്ഞു തരില്ലേ? എനിക്ക് ഐഡിയ ഒന്നും വേണ്ട. പിന്നെന്ത് വേണം പറഞ്ഞോളൂ. നിന്റെ ഈ ചായനയുടെ പാന പോലെ നിൽക്കുന്നുണ്ടില്ലേ, വേണ്ടത് ചോദിച്ചോ. എനിക്ക് ഉറങ്ങാൻ. ചോദ്യം ക്യാൻസൽ. ഞാനൊരു തമാശ ചോദിച്ചിരുന്നു, നീ ഇങ്ങനൊക്കെ പറഞ്ഞാലോ? ഈ മഞ്ഞ് വീണ നാട്ടിൽ നമുക്ക് ഇനി ഉറക്കില്ല രാത്രിയാണ് വീണു. ഉറക്കില്ല രാത്രി. ബാ മഞ്ഞെന്ന് പറഞ്ഞപ്പോഴാ നമുക്ക് കുറച്ച് ഒരണ്ടി ഐസ് ഉണ്ടാക്കിയാലോ? ബെഡിൽ നിന്ന് ചാടി എണീറ്റുണ്ടാവും പറയവേ. ആണാഴ്ചനിക്കാണെന്ന് കിച്ചുവേട്ടൻ പറഞ്ഞില്ലേ? അവനതൊക്കെ പറയും. ഞാനൊരു കൂൾ മൈൻഡഡ് പേഴ്സൺ ആയതുകൊണ്ട് കുറച്ച് ഐസ് കഴിച്ചെന്നേരി ഒന്നും വരത്തില്ല. പാവന്റെ പെങ്ങളുടെ ജീവിതം നായ നക്കി. കിച്ചുവേട്ടൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടൊക്കെ തന്നെയാ. അവനിടയ്ക്ക് ഇതുപോലെ ഹൈജീനിക് ഭ്രാന്തുണ്ട്. തണുപ്പ് കഴിക്കാനിപ്പോ ശരിയല്ല. എന്നാ പിന്നെ ചൂടോടെ ഒരു ലുമ്മം തരട്ടെ. എന്ത് ലുമ്മം? കെട്ടിപ്പിടിച്ച്. നിന്റെ നോട്ടം കണ്ടാ ഞാൻ നിന്റെ കിഡ്നി ചോദിച്ച കണക്കാണല്ലോ. നിന്നോട് തരാനല്ല, ഞാനങ്ങ് തന്നാലോ എന്നാ പറഞ്ഞ്. എനിക്ക് പേടിയാ. ശുഭം. ഇഞ്ചി അടിച്ച് കണക്കുന്നവൻ തലയെന്ന് കുടഞ്ഞു. നിന്റെ പേടിനി എന്നാ മാറുക? അതറിയാനെ കൂടി ഞാൻ വല്ല കവടി നേരത്തെ നോക്കേണ്ടി വരുമോ? അല്ലേലും എന്റെ ദീനരോധന ആര് കേൾക്കാനാ? യു നോ വൺ തിങ് വീണു, നേരത്തെ പോയ 5 കൊലകാര പ്രസംഗങ്ങളുടെ കെട്ട് കഴിയുന്നതിന് മാസങ്ങൾക്ക് മുമ്പിൽ എന്റെ കെട്ട് കഴിഞ്ഞതാ. ഓർമ്മയുണ്ട് നിനക്ക്? എനിക്ക് വ്രതല്ലായിരുന്നു. നിഷ്കളങ്കമായി പറയുന്നവള് നമുക്ക് എബി പല്ലി അടിച്ചു. ഈ വ്രതമൊക്കെ കണ്ടുപിടിച്ചവരാണ് ആദ്യം ചാട്ടവാറിനടിക്കാൻ. അല്ലെങ്കിലും കണ്ടുപിടിച്ചവരെന്നാത്തിന് പറയുന്നു. ഒന്ന് തുമ്മിയ വ്രതം നോക്കുന്നാളെ നിന്റെ പതിവ്. സത്യം പറ, നീ എനിക്കിട്ട് കൊട്ടേഷൻ കൊണ്ട് വന്നതല്ലേ? കൊട്ടേഷനോ? എന്നെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിക്ക് കൊള്ളുന്നുള്ള കൊട്ടേഷൻ. അതും എന്റെ പ്രൊഡ്യൂസറുടെ അടുത്തുനിന്ന്. പ്രൊഡ്യൂസറാ? ഈ ചാനപ്പ സിനിമ എടുക്കുന്നുണ്ടോ? ഓ ഇവളെ കൊണ്ട് ഡാർക്ക് ഔണ്ട്. ഇപ്പൊ ഒരു കൊട്ടയിൽ സിനിമ കൊണ്ടുവരും. ഞാനത് തലയിലെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് ഓടും. എന്റെ പൊന്നു കൊച്ചെന്റെ അപ്പനെ അമ്മച്ചിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ദേവി, അപ്പച്ചനും അമ്മച്ചിയോ? അതിന് അവരെങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അമ്മച്ചി പറഞ്ഞ ഇച്ചായന് കുട്ടികളെ കുറിച്ച് കൂടുതലാണെന്നാ, കുറച്ച് പക്വതയൊക്കെ വന്നിട്ട് കുട്ടികളെ കുറിച്ച് എന്ന് പറഞ്ഞ് മുഴുമിക്ക് മുമ്പേ ഹലോ മൈ പൊണ്ടാട്ടി, കുട്ടികളുണ്ടാവും. ഈ കാണുന്ന പക്വതയൊക്കെ ധാരാള. അതിനൊരു അവസരം നീ എനിക്ക് തരുന്നില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സുകാരൻ എന്റെ ജീവിതം മുരടിച്ചു പോത്തേയുള്ളൂ കർത്താവേ.
എന്ന് രോജിച്ച് തിരികെ ബെഡിലായി പോയിരുന്നു. അവിടെ നിന്ന് വേരിറങ്ങും കൊച്ചെ, ഇവിടെ വന്നിരിക്കും, എനിക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല. വിളിച്ചിട്ട് അവിടെ പരിങ്ങി നിൽക്കുന്നവളെ രൂക്ഷമായി നോക്കിയതേ കുട്ടി സ്പോട്ടിൽ എബിക്കരികിലെ വന്നിരുന്നു. അപ്പൊ ഞാൻ നോക്കിയാലും നീ പേടിക്കൂലേ? ആത്മേടിച്ചില്ലാത്ത ഗൗരവം വാരിപത്രി ഗൗരവത്തോടെ അവളെ നോക്കി. കണ്ണിമച്ചി മാതികൾ അവന്റെ നോട്ടത്തിൽ അവൾ വിറയലോടെ മിഴികൾ താഴ്ത്തി. ബൈ ദ ബൈ വീണു, ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്തിനെങ്കിലും പേടിച്ചു പറക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. എന്നെ കണ്ടില്ലേ കൂള് വെച്ചിട്ടിരിക്കുന്നു, അല്ല കൂളായിട്ടിരിക്കുന്നു. ഏതായാലും ഇത്ര അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മന്നേക്ക് ചുണ്ടിൽ ആരും കണ്ടപ്പോ എന്താ കിട്ടിയാലോ ഊട്ടി അല്ലെങ്കിൽ പൂട്ടി എന്ന കണക്ക് എബി ഗൗരവം വിട്ട് കളിയില്ല. ഗൗരവം കൊണ്ട് ചെക്കൻ ബിരിയാണി കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ വീണയെ നോക്കി. എന്നാൽ വീണ ചെകുത്താൻ കണ്ട കുരിശ് കണ്ട കണക്ക് കണ്ണും തള്ളി നിന്നു. അത് കണ്ട അവൻ, ഞാനൊരു ചെറിയ കാര്യമല്ലേ ചോദിച്ചുള്ളൂ, അതിനിങ്ങനെ കണ്ണും തള്ളി നിൽക്കേണ്ട ആവശ്യം എന്നാ? അതൊന്നും പറ്റില്ല, അമ്മച്ചി പറഞ്ഞു. ഓ എന്റെ പാവ അമ്മച്ചി നമ്മുടെ ഇടയിലേക്ക് വലിച്ചിടല്ലേ വീണു. ഒന്ന് സ്വസ്ഥായിട്ട് അവിടെ കിടന്നുറങ്ങട്ടെ, നമുക്കിവിടെയും കിടക്കാം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മാടി പ്ലീസ്. എനിക്ക് പേടിയാ. അങ്ങനെ വരട്ടെ, ഞാനും കരുതി എന്താ യോഞ്ഞ ഡയലോഗ് ഇതുവരെ വരാത്തെന്ന്. കോളം പൂർത്തിയായി. ആത്മയടിച്ച അനുനയത്തിന്റെ പാതയിലൂടെ തേരാപാരം നടക്കുന്ന ഒരാൾ ശാന്തമായി സംസാരിച്ചു തുടങ്ങി. യുനോ വീണു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചെക്കനുണ്ടായിരുന്നേ, അൽബുജി പഠിപ്പിച്ചൊരു പുസ്തകപ്പുഴു. അവൻ ഭക്ഷണം കഴിക്കുന്നില്ലേറെ കൂടുതൽ പുസ്തകമാണോ കഴിക്കുന്നത് തോന്നും. അവൾ നിഷ്കുവാണ് അവൻ, എന്നെ പോലെ. ആരോടും പറയണ്ട, അവനില്ലേ അവന്റെ വിചാരം ഉമ്മ വെച്ച കുട്ടികളുണ്ടാവുന്ന. എന്തൊരു മണ്ടൻ എന്ന് പറഞ്ഞ് വലിയ കോമഡി പറഞ്ഞ ആൾക്ക് അവരിന്ന് ചിരി തുടങ്ങി. അപ്പൊ ഉണ്ടാവില്ലേ? വീണുവിൽ നിന്ന് അങ്ങനെ ഹോയ് വന്നു. അതുവരെ വിളിച്ചുകൊണ്ട് നബിയുടെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. എന്നതാ പറഞ്ഞേ? അല്ല ഉമ്മ വെച്ച കുട്ടികളുണ്ടാവുന്നുള്ള സത്യല്ലേ? നിഷ്കളങ്കമായ അവളുടെ ചോദ്യത്തിൽ. ഓട്ടപാത്രത്തിലാണോ കർത്താവ് ഞാൻ ഇതുവരെ വാറ്റി എന്ന എക്സ്പ്രഷൻ ഇട്ട് ഞാൻ പോണേണ് എന്ന് പറഞ്ഞ് ബെഡിൽ നിന്ന് എണീറ്റ് നടന്നു. എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചു. വീണ്ടും നിഷ്കളങ്കത. അല്ല കുഞ്ഞെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്ക. ഈ നിഷ്കളങ്കത ഉണ്ടാക്കിയതെങ്ങാനും നീയാണോ? അത് നിന്നെ കളിയാക്കുന്ന എന്തിനാ? എനിക്കറിയായിട്ടല്ലേ, അറിയാത്ത പറഞ്ഞു തരണ്ടേ? ഓ ഇത്രയും നേരം സംസാരിച്ചതിനിടയ്ക്ക് നീ ഇപ്പോഴാ നല്ലൊരു കാര്യം പറഞ്ഞു. അങ്ങനെ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്ക്. പൂർണ്ണചന്ദ്രൻ ഇനി തന്റെ മുഖത്താണോ ഇരിക്കുന്ന കണക്ക് അവൻ വിളിച്ച് ബെഡിലിരിക്കുന്ന വീണക്കരിയിലായി വന്നിരുന്നു. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, കുട്ടികളുണ്ടാവും നമ്മൾ ഉമ്മ വെക്കണം. ഞാനും അതാ പറഞ്ഞ് ഉമ്മ വെച്ചാ കുട്ടികളുണ്ടാവുന്നു. അതങ്ങനെയല്ല, ആ ഉമ്മയല്ല. ഇവിടെ നിഷ്കളങ്ക വാരിപ്പൊത്തിരിക്കുന്നവളോട് ഇനി ഏത് രീതിയിൽ പറയുമെന്ന് ആലോചിച്ച് എബി കിളി വരത്തി നിന്നു. അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കിയിട്ടൊരു കാര്യമില്ല, പ്രവർത്തിച്ചു മനസ്സിലാക്കുന്ന കൂടുതൽ നല്ലത് അല്ലേ? അതല്ലേ അതിന്റെ ഒരു നല്ലത്. എന്ന് കേൾക്കെ വീണ അറിയാതെ ഉമിനീരിറക്കി പോയി. ഉമിനീരിറക്കിയതിന് ഫലമായി അവളുടെ തൊണ്ടയിലെ ചലനത്തിലേക്കായ എബിയുടെ മിഴികൾ പതിഞ്ഞു. അതോടെ കൂടുതലായി അവൻ അവളിലേക്ക് ചേർന്നിരുന്നു. തന്നിലേക്ക് ചേർന്നിരുന്നവനെ കാണെ അവൾ പിടച്ചിലോടെ ചാടിയണീറ്റത് എബി വീണയുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ മടിയിലേക്കായി ചേർത്തിരുത്തി. എങ്ങോട്ടാ പെണ്ണിങ്ങനെ ഓടുന്നു? നിനക്കല്ലയോ സംശയം? സംശയം തീർക്കണ്ടേ എന്ന് പറഞ്ഞ് തന്നെ നെഞ്ചിലായി കൈവച്ച് വിറച്ചിരിക്കുന്നവളുടെ മിഴികളിലായി ഉറ്റുനോയിക്കൊണ്ട് അവന്റെ കൈ അവളുടെ കഴുത്തിലേക്കായി ചേർത്ത് വെച്ചു. അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച കൈവിരലുകൾ പതിയെ അവിടമാകെ സാവധാനത്തിൽ ചലിച്ചു തുടങ്ങിയതും ഉള്ളാകെ വിറയൽ കടന്നുപോയ വീണ തന്നെ മിഴികൾ ഇറുക്കി അടച്ചു. തെല്ലൊരു നേരം കഴിഞ്ഞ് അവരുടെ കഴുത്തിലായി എബിയുടെ ചുടു നിശ്വാസം പതിഞ്ഞതും ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നപ്പോഴേക്കും എബിയുടെ മുഖം അവളുടെ കഴുത്തിലേക്കായി ചേർന്നിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ, അറിയിച്ചു തരട്ടെ വീണു നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി. കാറ്റുപോലെ പറഞ്ഞവന്റെ അതിര അവളുടെ കഴുത്തിലായി പതിഞ്ഞ നിമിഷം തന്നെ ഞെട്ടലോടെ പിടഞ്ഞു മാറി എണീറ്റുന്നവൾ കിതച്ചു. എനിക്കറിയാം, എനിക്കൊന്നും പറഞ്ഞു തരണ്ട, എനിക്കെല്ലാം അറിയാം. എണീറ്റുന്നവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു മുഴുമിച്ചുകൊണ്ട് എബിയെ നോക്കിയപ്പോൾ അതാ മുഖത്ത് കടുവയെ പിടിച്ചൊക്കെ ഇടുകയാണടി ഞാൻ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു. അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ മിഴികൾ ചുറ്റുപാട് അലയാൻ വിട്ടുകൊണ്ട് പതർച്ചയോടെ എബിച്ചായ ഞാൻ എന്ന് ചെറുവിക്കലോടെ പറഞ്ഞവൾക്ക് നേരെ എണീറ്റുന്നതേ പിടച്ചിലോടെ അവൾ പുറകിലേക്ക് ചുവട് വെച്ചു. തന്നെ ഇമച്ചിമാതെ നോക്കുന്നവനെ കാണെ അവൾ പുറകിലേക്ക് ഓരോ ചുവട് വെക്കുന്നതിനനുസരിച്ച് അവൾക്ക് നേരെ അവന്റെ കാൽപാദം ചലിച്ചുകൊണ്ടിരുന്നു. വേണ്ട എന്നൊരു വിധത്തിൽ പറഞ്ഞ് തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുവെങ്കിലും അവൾക്ക് നേരെ അവൻ വീണ്ടും നടന്നു. അവസാനം അവൾ ചുമരോടിടിച്ച് നിന്നു. തന്റെ തൊട്ടടുത്തായി ചേർന്ന് നിൽക്കുന്നവനെ കാണെ അവൾ ഉമിനീരിറക്കി. അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കി അവളുടെ വൂളൻ ജാക്കറ്റിലായി കൈവച്ചതും അവൾ അവന്റെ മുഖത്തേക്കും തന്നെ ഡ്രസ്സിലേക്കും ദയനീയമായി നോക്കി. ഇതൊക്കെ എന്തിനാ വീണു? നമുക്ക് പഠിക്കുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ആവശ്യമുണ്ട്. വിറച്ചുകൊണ്ട് എന്താണ് പറയേണ്ടെന്നറിയാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ എനിക്ക് ആവശ്യമില്ല പെണ്ണേ, നമുക്കിതൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവന്റെ മുഖം കഴുത്തിലേക്കായി ചേർത്ത് വെച്ച് പതിയെ അവൾ ധരിച്ചിരുന്ന വൂളൻ ഡ്രസ് അഴിച്ചെടുത്ത് നിലത്തോട്ടിട്ടു. നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ വിറച്ചു നിന്നു. അവിടുന്ന് ഓടിപ്പോവാൻ മനസ്സ് പറയുമ്പോഴും കാലൊന്ന് ചലിക്കാത്തതുകൊണ്ട് അവൾക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് നടക്കുന്നവന്റെ മിഴികളിലെ ആ ഭാവത്തിൽ അവളുടെ ഉള്ളാകെ വിറയൽ കടന്നുപോയി.
വീണയുടെ പേടിച്ചു വരച്ചുള്ള നിൽപ്പ് കാണാൻ അവന്റെ ചുടിയിൽ പുഞ്ചിരി വിരിഞ്ഞു. അവളിൽ നിന്ന് തെല്ലൊന്ന് പുറകിലേക്ക് നീങ്ങി നിന്നു. വീണ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. പക്ഷേ തന്നിൽ നിന്നും അകന്നിരുന്നവന്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. തന്റെ ഇട്ടിരുന്ന ഷർട്ടിന്റെ ഓരോ ബട്ടൺ വീതം അഴിച്ചുകൊണ്ട് എബി അവളുടെ മുഖത്തേക്ക് നോട്ടം ചെയ്തു. കണ്ണും തള്ളി നിൽക്കുന്ന തന്റെ പെണ്ണിനെ നോക്കി എബി പൂർണ്ണമായും തന്റെ ഷർട്ട് അഴിച്ച് നിലത്തോട്ടിട്ടു. തനിക്ക് മുന്നിൽ അവന്റെ നഗ്നമായ വിരിഞ്ഞ നെഞ്ചി കാണെ അവളുടെ അകമേ കടന്നുപോയ വിറലിൽ അവൾ മിഴികൾ താഴ്ത്തി. വീണ അവളുടെ ഷർട്ടിൽ തെരുപ്പിടിച്ച് നിന്നു. എബി അവളിലേക്കായി ചേർന്ന് കയ്യിലായി പിടിച്ച് അവൻ തന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.